ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ നാളായാലേ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് കണ്ടിട്ട്. വീഡിയോസൊക്കെ ഞാൻ കുറേ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല ഇപ്പോൾ. ഞാനിപ്പോൾ ബാക്ക് ടു ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് 2 വർഷമായിട്ട് ഞാനങ്ങനെ വർക്കൊന്നും എടുക്കാത്തത്. അപ്പം ഇപ്പോൾ ഈടായിട്ട് ഞാൻ ആ വർക്കൊക്കെ എടുത്ത് തുടങ്ങി, ആ ഒരു പഴയ ഫോമിലേക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ തീരെ ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ ക്രാഫ്റ്റ് ആയാലും സ്റ്റിച്ചിങ് ആയാലും എല്ലാം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിലേക്കുള്ള വീഡിയോസ് കുറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി വുമൻസ് ഡേ. നാളെ വുമൻസ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിമൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എഡിറ്റ് ചെയ്യാനിരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പം ഞാൻ ആ ദിവസം സ്റ്റോൾ ഇടാൻ വിചാരിക്കുന്നുണ്ട്. വിമൻസ് ഡേയുടെ പിറ്റേന്ന് നമുക്ക് വിമൻസ് ഡേ സെലിബ്രേഷൻ ഉണ്ട് മലയാളി സമാജത്തിലല്ല, ഒരു അഖില മലയാളി മഹിളാ അസോസിയേഷൻ അമ്പ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടിയാണ്. അതൊരു ഗംഭീര ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം കൂടുതൽ വിമൻസിന് അങ്ങനെ പ്രോഗ്രാംസ് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വിമൻസിനൊക്കെ ഒരു സ്റ്റോൾ ഇടുക. നമ്മളെ പോലെയുള്ള വീട്ടിലിരുന്ന് ചെയ്യുന്ന അമ്മമാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ മോംപ്രണേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു സ്റ്റോൾ ഇടാൻ പറ്റുക എന്ന് പറയുന്നതല്ലേ ഏറ്റവും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല കാര്യം. അപ്പം അങ്ങനെ ഒരു സ്റ്റോൾ ഇടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ആദ്യം പറഞ്ഞിട്ടാണ് ഇത് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. സ്റ്റോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്ലി ഇപ്പോൾ ഒരു ഓർഡർ 2 ഓർഡർ കിട്ടുന്ന പോലെ അല്ലല്ലോ. സ്റ്റോൾ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് വേണം. അതൊക്കെ അധികം പോകുമെന്നറിയാം. ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ, ഗുങ്കുരുമാല. അതൊക്കെ പോകുമെന്നൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഈ സമയത്ത് ഒരു ഇൻട്രോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ തിരക്കാണ്. സ്റ്റോൾ ഇടുന്ന സമയത്തൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇൻട്രോ പറഞ്ഞു വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട്. അന്ന് ഒട്ടും സമയം കിട്ടില്ല, അതെനിക്കറിയാം. സ്റ്റോളിൽ നിൽക്കാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെയേ ഉള്ളൂ. പിള്ളേരെ കൊണ്ടുപോകുന്നില്ല, അവർക്ക് എക്സാം ഉണ്ട്, നല്ല ദൂരമുണ്ട്, ഒരു 1 hour ജേണി ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അവരെവിടെ ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഏട്ടനെ ഇങ്ങോട്ട് തിരിച്ചു, എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. കുട്ടികളെ തന്നെ എത്താൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ തനിച്ചേ ഉണ്ടാവുള്ളൂ സ്റ്റോളിൽ. അപ്പോൾ എനിക്ക് പുറത്തൊന്നും പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. മുന്നേ സ്റ്റോളിൽ നിന്നിട്ടുള്ള അനുഭവമുണ്ട്. അപ്പോൾ നമ്മൾ തനിച്ചാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ ഫാനൊന്ന് ഓഫാക്കിയപ്പോഴേക്കും ഇവിടെ ചൂട് നല്ലോണം തുടങ്ങിയിട്ടുണ്ട്, ഉരുകാണ്. അപ്പോൾ നല്ല പണിയാണ്. നെറ്റിപ്പട്ടത്തിൻ്റെ പണി തീർന്നിട്ടില്ല. ആലോട്ടം തിടമ്പ്. അപ്പം ഇതൊന്നും അധികം പോകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം പെട്ടെന്ന് അങ്ങനെ വന്ന് എടുക്കുന്ന സാധനമൊന്നും അല്ല നെറ്റിപ്പട്ട. അങ്ങനെ നമ്മളൊരു സാരി കണ്ടു എന്ന് പറഞ്ഞ് എടുക്കുന്ന പോലെ നെറ്റിപ്പട്ടൊന്നും എടുക്കില്ല. അപ്പം അതുകൊണ്ട് അത് ഞാൻ വെക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ്, സാരീസൊക്കെ കുറച്ചധികം വെക്കുന്നുണ്ട്. ലിനൻ സാരീസ്, ഖാദി കോട്ടണൊക്കെ. ഇപ്രാവശ്യം സാരീസ് കുറച്ചധികം വെക്കുന്നുണ്ട്. അപ്പോൾ വിമൻസ് ആണല്ലോ, വിമൻസ് ഡേക്ക് നമ്മളെ പോലെയുള്ള ലേഡീസൊക്കെ ആണല്ലോ വരിക. അപ്പം അങ്ങനെ ഒക്കെ വിചാരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ടൈപ്പ് മാലട്ട. ഇത് കുറേ ടൈപ്പിലിടാം. ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പൂരം ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ മുന്നൊക്കെ ഓഫ്ലൈനാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഓൺലൈൻ എൻ്റെ ദൈവമേ ബീഡ്സൊക്കെ പകുതി. അപ്പോൾ ഓൺലൈൻ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ തുടങ്ങിയത്. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാനിപ്പോൾ പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും കേട്ടോ. പൂരം ക്രാഫ്റ്റ് എന്നാണ് പേര്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാം ഇടുന്നുണ്ട്. നെറ്റിപ്പട്ടം, തിടമ്പും, ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് എല്ലാം അതിലുണ്ട്. ഇനി വേണം അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ. ഞാനിങ്ങനെ അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല. ഞാൻ എവിടെയും അങ്ങനെ പബ്ലിഷ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എല്ലാവരും ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പൂരം ക്രാഫ്റ്റ് എന്നാണ്. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റോൾ ഇടുന്നന്ന് കാണാം. ഞാനപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ തീർക്കട്ടെ. ഇതാണ് ഞാൻ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാല. ഇത് ചോക്കറായിട്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പേജിൽ വരുന്നതായിരിക്കും. ഗുങ്ക്രൂസ് മാല കേട്ടോ. ഇതൊക്കെയാണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇപ്രാവശ്യം പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ്. ഇതിൻ്റെ പണികൾ തീർന്നിട്ടില്ല, പണിപ്പുരയിലാണ്. അപ്പം ഇന്നത്തെയും കൂടെ തീരട്ടെ. ഇതും കൂടെ തീർന്ന നാളെ നെറ്റിപ്പട്ടത്തിൻ്റെ ഇച്ചിരി കൂടെ പണിയുണ്ട്. മയിൽപ്പീലി വെച്ചിട്ടുള്ള നെറ്റിപ്പട്ട ചെയ്യണം. അപ്പം അത് ഫിനിഷ് ചെയ്യണം. അങ്ങനെ കുറച്ചും കൂടെ അൽക്കുലത്ത് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം. ഞാൻ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഞാൻ പോട്ടെ, നിർത്തട്ടെ. നമുക്കിനി സ്റ്റോളിൽ വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ. ഹായ്. അങ്ങനെ നമ്മൾ റെഡിയായി. രാവിലെ ഒരു 8 മണി 9 മണിക്ക് ആകുമ്പോഴാണ് ഇറങ്ങിയിരിക്കുന്നത്. 10 മണിക്കാണ് അവിടെ പരിപാടി തുടങ്ങുന്നത്. കാറിൻ്റെ ബാക്കിലും ഡിക്കിലും ഒക്കെ ആയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ, പിള്ളേരെ കൂട്ടിയിട്ടില്ല. ഏട്ടൻ എന്നെ അവിടെ ആക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. പിന്നെ വൈകിട്ട് കൂട്ടാനായിട്ട് വരും. ഇതാണ് നമ്മുടെ ഗുങ്കുരു മാല കേട്ടോ. അപ്പോൾ ഈ മാലയും പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഖാദി കോട്ടൻ്റെ സാരിയാണ്. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്.
ഇപ്രാവശ്യം സാരീസാണ് കൂടുതൽ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫേസ് ഇത് പുരുകം പോലും ത്രെഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. കാട്ടുപുരുകം പോലെ ഇരിക്കേണ്ടതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ദൂരമുണ്ട്. നമ്മളിവിടെ നിന്ന് ബ്ലോക്ക് ഉണ്ടാവും എന്നറിയാം. അതുകൊണ്ട് തന്നെ 8 മണി 8:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 10 മണിക്കാണെങ്കിലും ഒരു 1 hour ജേണി ഉണ്ട്. പിന്നെ ട്രാഫിക്കൊക്കെ, ചെന്നൈയിലെ ട്രാഫിക് അറിയാമല്ലോ, നല്ല ട്രാഫിക്കാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഇവിടെയാണ്, ഇതൊരു സ്കൂളാണ്, അവിടെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റോൾ ഉണ്ട് കേട്ടോ. ഒരു 10-20 സ്റ്റോളിനും മേലെയുണ്ട്. എല്ലാവരും വുമൻസ് തന്നെയായിരുന്നു. അപ്പം ഇതാണ് എനിക്ക് പൂരം ക്രാഫ്റ്റ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ വെക്കാൻ പറ്റിയത് തന്നെ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. അങ്ങനെ എൻ്റെ ഒരു പൂരം ക്രാഫ്റ്റ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് ആയ പോലെ എനിക്ക് തോന്നി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പൂരം ക്രാഫ്റ്റ്. ഞാൻ ഇൻസ്റ്റാ പേജൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഖാദി കോട്ടൺ സാരി, അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അജ്രക്ക്, അങ്ങനത്തെ സാരീസ്, അങ്ങനെ കുറച്ച്, പിന്നെ നമ്മുടെ കേരള സാരീസ്, അങ്ങനെ കുറച്ച് സാരീസ് ഉണ്ട്. പിന്നെ ഫുള്ള് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. ഇത് ഫുള്ള് തീർന്നു കേട്ടോ. ഞാൻ കൊണ്ടുപോയ ഗൂരുമാല ഇത്ര പെട്ടെന്ന് പോകുന്നു വിചാരിച്ചില്ല. അതൊരു 2 മണിക്കൂറിനുള്ളിൽ ഫുള്ള് തീർന്നു പോയി. എല്ലാവരും അത് തന്നെ ചോദിച്ചിട്ട് വരുമായിരുന്നു. അപ്പം ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനോഗ്രേഷനാണ്. 10 മണിയാകുമ്പോൾ തന്നെ ഇവരാണ് ഇനോഗ്രേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവർ ശ്വേത എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഭയങ്കര ബഹളമുള്ളത് കൊണ്ടാണ് ഞാൻ വോയിസ് മാറ്റിയത്. അപ്പോൾ ഇവരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇവരിവിടെ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ നാട്ടിൽ രഞ്ജു രഞ്ജിമാർ, സീമാവിനി ഇതൊക്കെ പോലെ ഇവരിവിടെ ഭയങ്കര ഹിറ്റാണ്. തമിഴ്നാട്ടിൽ, ചെന്നൈയിൽ ഭയങ്കര ഹിറ്റാണ് ഇവർ. അപ്പോൾ ഇവരാണ് എൻ്റെ ഫസ്റ്റ് സെയിൽ ചെയ്തത് കേട്ടോ. 2 കമ്മൽ വാങ്ങിച്ചിട്ട് അവരാണ് എൻ്റെ ആദ്യത്തെ കസ്റ്റമർ. ഞാൻ വിചാരിച്ചില്ല അവർ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അവർ ഫസ്റ്റ് തന്നെ 2 കമ്മൽ എടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരുടെ ബാക്കിൽ നിൽക്കുന്ന ചേച്ചിയാണ് ബിന്ദു ചേച്ചി. ബ്ലൂ സാരി, വൈറ്റ് ബ്ലൗസ് ഇട്ടില്ല. അവരാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. നമ്മൾ മറ്റുള്ളവരെ ഒരു ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. അന്നാണ് ഞാൻ പരിചയപ്പെട്ടത്. ഫോണിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് അന്നാണ് കാണുന്നത്. ഇവരാണ് എൻ്റെ ഫസ്റ്റ് സെയിൽ കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികൾ ഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പരിപാടികളൊക്കെ സ്റ്റേജിൽ നടത്തുന്നുണ്ട്. എനിക്കിങ്ങനെ സ്റ്റോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളതല്ലേ. എന്നിട്ട് ചുറ്റും ആ കാണുന്നതെല്ലാം സ്റ്റോളുകളാണ് കേട്ടോ. എല്ലാ ലേഡീസിൻ്റെ സ്റ്റോളുകൾ തന്നെയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇതൊരു മാല എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയാണ്. അവർ ഫുൾ പാരലൈസ്ഡ് ആണ് കേട്ടോ. അവർ ഇരുന്നിട്ടാണ് ആ ചെയ്തിട്ടുള്ളത്. എന്താണെന്നറിയോ, ഡ്രോയിങ് ആണെന്ന് തോന്നും. പക്ഷെ അത് വൈക്കോലാണ് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനും വാങ്ങിച്ചു. കുറേ പേരെ കൊണ്ട് ഇങ്ങനെ വാങ്ങിപ്പിച്ചു. എൻ്റെ സ്റ്റോളിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ അവരുടേന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ കുറേ പേര് അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ യാതൊരു ചാൻസും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ ആ സമയത്താണ് കൂട്ടാനായിട്ട് വന്നത്. അപ്പോൾ ബാക്ക് നിന്നിട്ട് വീഡിയോ എടുത്തത്. അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല. അയ്യോ, അങ്ങനെ സ്റ്റോളൊക്കെ തീർന്നു. തിരിച്ചു പോവാണ്. രാവിലെ 10 മണിക്ക് വന്നതാട്ടോ. 8 മണി വരെ ഉണ്ട്. നമ്മളൊക്കെ 6 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു. നല്ല ടയേർഡാണ്. സ്റ്റോൾ ഇടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ടയേർഡാവും. നിന്ന് തോൽക്കുമല്ലോ. ഇപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ സ്റ്റോളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നമ്മളിതുപോലെയുള്ള വുമൻസ് ഓണ്ടർപ്രണേഴ്സിനെയൊക്കെ പരിചയപ്പെടാനും അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ സ്റ്റോൾ ഇടുമ്പോഴാണ് പരസ്പരം അറിയാനും ഒക്കെ പറ്റുള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവ ചത്ത് പോയി സുഖമായിട്ട് കിടന്നു. ബൈ.